ഹലോ ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻ, ഹോം ട്യൂട്ടറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നിപാനിപ്പൻ. ചാപ്റ്റർ 1 ഹൗ വെൻ ആൻഡ് വേറിൽ ഇപ്പോഴത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 5 ആണ്. സോ പാർട്ട് 1, 2, 3, 4 കാണാൻ മറക്കരുത്. ആ ഒരു വീഡിയോ സെഷൻസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സർവേസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. സർവേസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് സോഴ്സ് 1-ൽ എന്താണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് റിപ്പോർട്ട്സ് എങ്ങനെയാണ് തയ്യാറാക്കിയിരുന്നതെന്ന് ഉള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Reports to the Home Department. In 1946, the colonial government in India was trying to put down a mutiny that broke out on the ships of the Royal Indian Navy. Here is a simple sample of the kind of reports the Home Department got from the different dockyards. Bombay. Arrangements have been made for the army to take over ships and establishments. Royal Navy ships are remaining outside the harbour. Karachi. 301 mutineers are under arrest and a few more strongly suspected are to be arrested. All establishments are under military guard. Visakhapatnam. The position is completely under control and no violence has occurred. Military guards have been placed on ships and establishments. No further trouble is expected except that a few men may refuse to work. Director of Intelligence, HQ, India Command. ഓക്കെ, അപ്പോൾ നമുക്ക് സോഴ്സ് 1 എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് റിപ്പോർട്ട്സ് എങ്ങനെയാണ് കൊടുത്തിരുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1946-ൽ റോയൽ നേവി മ്യൂട്ടണി എന്നൊരു കലാപമുണ്ടായി. ബോംബെയിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു റോയൽ നേവി മ്യൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്ത്യൻസ് കുറേ പേര് റോയൽ നേവിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഹാർഡ്ഷിപ്പുകൾ, അവർക്ക് പേയ്മെൻറ്റ് കറക്റ്റ് കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, പിന്നെ ബ്രിട്ടീഷേഴ്സിനെയും ഇന്ത്യൻസിനെയും തരംതിരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ഇവയെല്ലാം കൂടി ആയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു മ്യൂട്ടണിയാണ് റോയൽ നേവി മ്യൂട്ടണി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ട്സുകളാണ് പല സ്ഥലങ്ങളിൽ, ബോംബെ, കറാച്ചി, വിശാഖപട്ടണം, ഇപ്പോഴത്തെ വൈസാഗ്, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നും കൊടുക്കുന്ന റിപ്പോർട്ട്സാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1946-ൽ നമ്മുടെ ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു കലാപം, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ഷിപ്പിൽ റോയൽ ഇന്ത്യൻ നേവിയിൽ ഉണ്ടായ ഒരു കലാപത്തെ എങ്ങനെ അടിച്ചമർത്തി, അല്ലെങ്കിൽ അന്ന് ഉണ്ടായ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് അക്കാലത്ത് ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, ഇവയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ബോംബെയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹാർബറിൻ്റെ പുറത്തായിട്ട് റോയൽ നേവി ഷിപ്പുകൾ റെഡിയായി കിടപ്പുണ്ട്. അത് മാത്രവുമല്ല, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഷിപ്പുകളെ സേഫാക്കി വെക്കാനും അവിടുത്തെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയും ആർമീനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ബോംബെയിൽ നിന്നുള്ള റിപ്പോർട്ട്. 301 കലാപകാരികളെ അറസ്റ്റ് ചെയ്യുകയും ഇനി കുറച്ച് സംശയിക്കുന്ന കലാപകാരികളെ അവർ നോക്കി വെച്ചിട്ട് അവരെ ഏകദേശം അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും ആണെന്നും, അതുമാത്രമല്ല ആ ഒരു ഏരിയ മിലിറ്ററി ഗാർഡിൽ, അതായത് മിലിറ്ററിയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണെന്നും പറഞ്ഞുകൊണ്ടാണ് കറാച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണിക്കുന്നത്. വൈസാഗിൽ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഏരിയ മൊത്തമായിട്ട് കൺട്രോളിലാണെന്നും ഇവിടെ ഒരു തരത്തിലുള്ള വയലൻസും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് ഷിപ്പുകളിലെല്ലാം മിലിറ്ററി സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്നും ഇനി അങ്ങോട്ടേക്ക് ഒരു പ്രശ്നവും ഈ ഒരു ഏരിയയിലേക്ക് വരത്തില്ല എന്നും, പിന്നെ കുറച്ച് അവരുടെ വർക്കേഴ്സ് അവർ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് വൈസാഗിൽ നിന്നുള്ള റിപ്പോർട്ട് കാണിക്കുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള റിപ്പോർട്ട്സ് നമുക്കിവിടെ സോഴ്സ് 1-ൽ കാണാൻ കഴിയുന്നുണ്ട്. Surveys become important. The practice of surveying also became common under the colonial administration.
The British believed that a country had to be properly known before it could be effectively administered. സർവേസ് എന്നാൽ എന്തെങ്കിലും വസ്തുക്കൾ, ഉദാഹരണത്തിന് മൃഗങ്ങൾ, സസ്യങ്ങൾ, സ്ഥലങ്ങൾ ഇവയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനാണ് പറയപ്പെടുന്നത്. ഒരു രാജ്യത്തെ നന്നായി അറിഞ്ഞാൽ മാത്രമേ നല്ലൊരു ഭരണം അവിടെ കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അതിനായി സർവേസ് നടത്തുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട രീതിയായിരുന്നു. By the early 19th century, detailed surveys were being carried out to map the entire country. In the villages, revenue surveys were conducted. The effort was to know the topography, the soil quality, the flora, the fauna, the local histories, and the cropping pattern. All the facts seen as necessary to know about to administer the region. From the end of the 19th century, census operations were held every 10 years. These prepared detailed records of the number of people in all the provinces of India, noting information on caste, religion, and occupation. There were many other surveys: botanical surveys, zoological surveys, archaeological surveys, anthropological surveys, forest surveys. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ സർവേസ് നടത്തി ഇന്ത്യയുടെ മുക്കിനും മൂലയും പഠിച്ചെടുത്തു. ഗ്രാമങ്ങളിൽ വരുമാനം അല്ലെങ്കിൽ റവന്യൂ സർവേ നടത്തി. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പ്രദേശത്തിന്റെ പ്രകൃതിപരവും മനുഷ്യനിർമ്മിതപരവുമായ സവിശേഷതകൾ, ടോപ്പോഗ്രഫി പഠിക്കാനായി മണ്ണിന്റെ ക്വാളിറ്റി, സസ്യങ്ങൾ, മൃഗങ്ങൾ, പ്രാദേശിക ചരിത്രം, പിന്നെ കൃഷി. പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോക്കൽ ഹിസ്റ്ററി. പിന്നെ കൃഷി ചെയ്യുന്ന രീതി, ഇവയൊക്കെ അറിഞ്ഞ് വളരെ ഇഫക്റ്റീവായി ഭരണം നടത്താനായി സർവേസ് അവര് നടത്തിയിരുന്നു, പ്രത്യേകിച്ചും റവന്യൂ സർവേസ്. ടോപ്പോഗ്രഫി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഏരിയയുടെ ഒന്നെങ്കിൽ മനുഷ്യന്മാർ നിർമ്മിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നാച്ചുറലി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തുവാനും ബ്രിട്ടീഷുകാർ തുടങ്ങി. ഇന്ത്യൻ പ്രോവിൻസുകളിൽ ഉള്ള ജനങ്ങളുടെ എണ്ണം, പിന്നെ അവർ ഏത് ജാതിയിലുള്ളവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാനായി സെൻസസുകൾ നടത്തി. കൂടാതെ ബൊട്ടാണിക്കൽ സർവേ, അതായത് സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള സർവേ, സുവോളജിക്കൽ സർവേസ്, മൃഗങ്ങളെ കുറിച്ചുള്ള സർവേസ്, ആർക്കിയോളജിക്കൽ സർവേസ്, പുരാവസ്തുക്കളെക്കുറിച്ച്, പുരാവസ്തു ശാസ്ത്രങ്ങളെക്കുറിച്ച് സംബന്ധമായിട്ടുള്ള സർവേസ്, പിന്നെ ആന്ത്രോപോളജിക്കൽ സർവേസ്, മനുഷ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള സർവേസ്, പിന്നെ ഫോറസ്റ്റ് സർവേ. ഇവയൊക്കെയും ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് നടത്തി പോന്നു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഏരിയ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ടെറിട്ടറി മനസ്സിലാക്കിയാൽ മാത്രമേ വളരെ നന്നായിട്ട് അവിടം ഭരിക്കുവാൻ കഴിയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. Figure 5. A custard apple plant, 1770s. Botanical gardens and natural history museums established by the British collected plant specimens and information about their uses. Local artists were asked to draw pictures of these specimens. Historians are now looking at the way such informations were gathered and what this information reveals about the nature of colonialism. സോ ഫിഗർ 5 നമുക്ക് കാണാൻ കഴിയുന്നത് 1770s ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അന്നത്തെ കാലത്ത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചിരിക്കുന്ന ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ചെടിയുടെ പിക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻസും പിന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസും എല്ലാം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയും എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികളുടെയും, അവർക്ക് പറ്റുന്നത്രയും ചെടികളുടെയും സ്പെസിമെൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ച് ഫ്യൂച്ചറിലേക്ക് ആവശ്യത്തിന് വേണ്ടി അത് സേഫ് ഗാർഡ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻസ് കൂടുതൽ അവർ കളക്ട് ചെയ്ത് ആ ഓരോ ചെടികളും എന്തിനൊക്കെ വേണ്ടി യൂസ്
യൂസ് ചെയ്യാം, അവ എവിടെയൊക്കെയാണ് നടാൻ പറ്റുന്നത്, അതിൻ്റെ മെഡിസിനൽ വാല്യൂ എന്താണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇത്രയും മാത്രം സ്പെസിമെൻസ് കളക്ട് ചെയ്തത്, സാമ്പിൾസ് കളക്ട് ചെയ്തത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഊട്ടിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് ഗാർഡൻസ് ഉണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് സ്പെസിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു 10എണ്ണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അവിടെ എല്ലാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങൾ, 200 വർഷം പഴക്കം, 700 വർഷം പഴക്കം, അങ്ങനെ ഒത്തിരി വർഷം പഴക്കമുള്ള മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം സ്പെസിമെൻസ് കാണാൻ കഴിയും. സോ എത്രയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മളെ അവർ നമ്മുടെ പ്രോഡക്ട്സും നമ്മുടെ റിച്ച്നെസ്സും എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന 95% കാര്യങ്ങളും, ഉദാഹരണത്തിന് മ്യൂസിയംസ് അല്ലെങ്കിൽ ആർച്ചീവ്സുകൾ, ഗാർഡൻസ്, പിന്നെ ബിൽഡിങ്സ്, ടൗൺഷിപ്പുകൾ, പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ലോ സിസ്റ്റം, ഇവയെല്ലാം നമുക്ക് ബ്രിട്ടീഷുകാരുടെ റൂളിൻ്റെ കീഴിൽ നിന്നും ലഭിച്ച കാര്യങ്ങളാണ്. Figure 6. Mapping and survey operations in progress in Bengal, a drawing by James Prinsep, 1832. Note how all the instruments that were used in surveys are placed in the foreground to emphasize the scientific nature of the project. ഫിഗർ 6 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ 1832 നടത്തിയ ഒരു സർവേയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പടം വരച്ചിരിക്കുന്നത്. ബംഗാളിൽ മാപ്പിങ്ങും സർവേയും നടത്തിയപ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്, എന്തൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സ്ട്രെസ് ചെയ്തിരുന്നത്, ഈ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് ഫിഗർ 6 പറയുന്നത്. അപ്പോൾ ഫിഗർ 6 നമുക്ക് ഓൾറെഡി കാണാൻ കഴിയും. ഫ്രണ്ടിൽ ആ ഗ്രൗണ്ടിൽ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് സയൻറ്റിഫിക് ആയിട്ടുള്ള സർവേ നടത്താനും മാപ്പിംഗ് നടത്താനും വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടും, പിന്നെ സൈഡിൽ കണ്ടില്ലേ ഒരാൾ നിന്നിട്ട് ഒരാൾ ചെറുതായിട്ട് ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് സർവേ നടത്തുന്നത്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഈ ഒരു പിക്ചറിനകത്ത് കാണാൻ കഴിയും. സർവേസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് എന്ന ടോപ്പിക് അപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 5 ആണിത്. അതുകൊണ്ട് 1 to 4 കാണാൻ മറക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 5ലേക്ക് വരാവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മറക്കരുത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 6 ആയിട്ടുണ്ടാവും. സോ പ്ലീസ് വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. താങ്ക് യു.